ഭാരതം കുതിക്കുകയാണ്. ശത്രുരാജ്യങ്ങളെ തുരത്തി ഓടിക്കാൻ, രാജ്യത്തെ തന്നെ കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിക്കാൻ അശ്രാന്ത പരിശ്രമത്തിലാണ് ഇന്ത്യ. പ്രതിരോധ രംഗത്ത് നിരവധി മാറ്റങ്ങളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് ഭാരതത്തിന്റെ അഭിമാന റോക്കറ്റ് ലോഞ്ചറാണ്. പിനാകയാണ് താരം. പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറിലേക്ക് 6000-ലധികം റോക്കറ്റുകൾ വാങ്ങാനുള്ള പദ്ധതിക്കാണ് പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 2800 കോടി രൂപയുടെ കരാറിനാണ് പ്രതിരോധ വകുപ്പ് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഈ കഴിഞ്ഞൊരു കാലയളവിൽ വിവിധ പദ്ധതികളിലേക്കായിട്ട് നിരവധി കരാറുകളിൽ നമ്മുടെ രാജ്യം അംഗീകാരം നൽകിയത് ഇന്ത്യയുടെ പുരോഗതി വിളിച്ചോതുന്ന തെളിവുകൾ തന്നെയാണ്. പിനാകയുടെ സവിശേഷതകളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ തൊടുത്തുവിടാൻ കഴിയുന്ന റോക്കറ്റ് ലോഞ്ചറാണ് ഈ പറഞ്ഞ പിനാക. അതുപോലെ തന്നെ 1.2 ടൺ ഭാരം വഹിക്കാൻ ഇവയ്ക്ക് സാധിക്കും. 44 സെക്കൻഡിനുള്ളിൽ 12 റോക്കറ്റുകൾ 75 കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് വരെ പ്രയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പിനാകയുടെ മറ്റൊരു സവിശേഷത. അതുപോലെ തന്നെ അർമേനിയ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുള്ള ഇന്ത്യൻ നിർമ്മിത ആയുധ സംവിധാനം കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ പിനാക റോക്കറ്റ് ലോഞ്ചർ. ലാർസൺ, ടുബ്രോ, ടാറ്റ ഡിഫൻസ് ആൻഡ് ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് തുടങ്ങിയ സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെ ചേർന്നിട്ടായിരുന്നു DRDOയുടെ പിനാക റോക്കറ്റ് വ്യൂഹം വികസിപ്പിച്ചെടുത്തത് എന്നതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. പുതിയ കരാർ പ്രകാരം 6400 റോക്കറ്റുകൾ കൂടി മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറിലേക്ക് വാങ്ങുന്നുണ്ട്. ഏരിയ ഡിനൈൽ മ്യൂണീഷൻ ടൈപ്പ് 2 അതുപോലെ തന്നെ ടൈപ്പ് 3 എന്നീ 2 ഇനം റോക്കറ്റുകളാണ് കരാർ പ്രകാരം വാങ്ങുന്നത്. ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്, പൂർണ്ണമായിട്ടും തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റുകൾ മാത്രമാണ് പദ്ധതി പ്രകാരം സൈന്യം സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. ഒന്നുറപ്പാണ്, അതിർത്തിയിൽ ശത്രുരാജ്യങ്ങളെ തോൽപ്പിക്കാൻ, പുകച്ചു പുറത്തു ചാടിക്കാൻ, ചൈനയ്ക്കും പാകിസ്ഥാനും ഒക്കെ ചുട്ട മറുപടി കൊടുക്കാൻ, നമ്മുടെ സൈന്യത്തെ സഹായിക്കാൻ, കൂടുതൽ കരുത്തു പകരാൻ ഈ പറഞ്ഞ പിനാകയ്ക്ക് സാധിക്കും. പിനാക അതിനൊക്കെ ഏറ്റവും ഗുണപ്രദവുമാകും. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്നാണ് പിനാക അറിയപ്പെടുന്നത്. സൈന്യത്തിന് കൂടുതൽ കരുത്തു പകരാൻ കൃത്യമായ നിരീക്ഷണത്തിൽ കൂടിയാണ് പ്രതിരോധ മന്ത്രാലയം കാര്യങ്ങളൊക്കെ നീക്കുന്നത്. പിനാകയോടൊപ്പം തന്നെ സൈന്യത്തിന് കരുത്തു പകരാൻ 70,000 6 ഓവർ റൈഫിളുകൾ കൂടി വാങ്ങുന്നു എന്നൊരു സന്തോഷ വാർത്ത കൂടി എടുത്തു പറയണം. സൈനികർക്കായിട്ട് ഈ റൈഫിളുകൾ വാങ്ങുന്നതിനായിട്ട് പ്രതിരോധ മന്ത്രാലയം അനുമതിയും നൽകിയിരിക്കുകയാണ്. സൈനികർക്ക് കരുത്തേകാൻ റൈഫിളുകൾക്ക് സാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. സുപ്രധാന ഓപ്പറേഷനുകളിൽ ഇവ വലിയ സ്ഥാനം വഹിക്കും എന്നതും ഉറപ്പാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.